അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിരപ്പള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. റിപ്പോർട്ട് തേടുക മാത്രമല്ല വനം മന്ത്രിയുടെ ജോലിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. കേരള വിഷൻ സമ്മാനോത്സവ് സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ബുധനാഴ്ച. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. 4 ബൈക്കുകളിലായി എത്തിയ 7-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കുമരനെല്ലൂരിൽ സ്ഫോടക വസ്തുക്കളുമായി വീടാക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 3 പേർക്ക്. അതിദാരുണമായ സംഭവങ്ങൾ നടന്നിട്ടും ജില്ലാ കളക്ടറോ വനം വകുപ്പ് മേധാവികളോ സ്ഥലത്തെത്താതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. വാഴച്ചാൽ ആദിവാസി ഉന്നതിയിലെ 35 വയസ്സുള്ള സതീഷ്, ഇയാളുടെ ബന്ധു 38 വയസ്സുള്ള അംബിക എന്നിവരാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിൽ വഞ്ചിക്കടവിൽ വിഷുദിനത്തിൽ രാത്രി അതിദാരുണമായി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പുഴയോരത്ത് കുടിൽ കെട്ടി താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ആനകളെത്തി ആക്രമിച്ചത്. സതീഷിന്റെ ഭാര്യ രമ, അംബികയുടെ ഭർത്താവ് രവി എന്നിവരും കുടിലിൽ ഉണ്ടായിരുന്നു. പാറപ്പുറത്ത് ഉറങ്ങുന്നതിനിടെ ഓടിയെത്തിയ ആനകളിൽ ഒന്ന് സതീഷിനെ ആക്രമിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെ അംബിക പാറക്കൂട്ടത്തിൽ തലയിടിച്ച് പുഴയിലേക്ക് വീണതാകാമെന്ന് കരുതുന്നു. വിഷുത്തലേന്ന് കാട്ടാന ആക്രമണത്തിൽ അതിരപ്പള്ളി അടിച്ചിൽത്തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. അതിരപ്പള്ളി പോലീസും ചാർപ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. വിവരമറിഞ്ഞ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിയ ബെന്നി ബെഹനാൻ എംപിയും കോൺഗ്രസ് നേതാക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസും രംഗത്തെത്തി. വെള്ളത്തിൽ കിടന്നിരുന്ന അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. പോലീസുമായി ഉന്തും തള്ളും നടന്നു. എന്നാൽ അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ബന്ധുക്കൾ എത്തിയതോടെ തർക്കം അയഞ്ഞു. സതീഷിന്റെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തി. സതീഷിന്റെ മരണം ആനയുടെ ചവിട്ടേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. വാരിയെല്ലുകൾ തകർന്നു. ശ്വാസകോശത്തിലും കരളിലും വാരിയെല്ലുകൾ തുളച്ചുകയറി. രക്തം വാർന്നാണ് മരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. TCV ന്യൂസ്, ചാലക്കുടി. നടുക്കുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ നിന്ന് ദിവസവും പുറത്തുവരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചാലക്കുടി താലൂക്ക് ആശുപത്രി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. റിപ്പോർട്ട് തേടുക മാത്രമല്ല വനം മന്ത്രിയുടെ ജോലിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് 3 പേരാണ് കൊല്ലപ്പെട്ടത്. വനാതിർത്തിയിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണം ഉറപ്പാക്കി ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് എന്ന സ്ഥിരം പല്ലവി ദയവായി വനം മന്ത്രി ഇനിയും പറയരുത്. കർഷകരെയും ആദിവാസികളെയും കാട്ടാനകൾ കൊന്നൊടുക്കുമ്പോൾ വനം വകുപ്പും സർക്കാരും കൈയും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 5-6 കൊല്ലമായി 1000-ലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. കേരളത്തിൽ 8000-ലധികം ആളുകൾ പരിക്കുപറ്റി ആശുപത്രികളിലാണ്. 10,000 കന്നുകാലികളെ കൊന്നു. കൃഷി മുഴുവൻ നശിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു. ഇന്ന് 2 പേര് മരിച്ചു. ജില്ലാ കളക്ടർ പോലും സ്ഥലത്തെത്തിയിട്ടില്ല. അത്ര വലിയ കൊമ്പത്ത് ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആൾ. ഒരു ജില്ലാ കളക്ടറെങ്കിലും വരണ്ടേ, ആളുകളെ ആശ്വസിപ്പിക്കണ്ടേ? ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരല്ലേ ഇതിന്റെ ഇരകളായി മാറുന്നത്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരോട് ഒന്ന് നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്തൊരു ജില്ലാ കളക്ടർ പോലും 3 പേര് മരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ നിസ്സംഗത അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. ഇവരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. എന്തിനാണ് ഇങ്ങനെ വനംവകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാരിയിരിക്കുന്നത്? അതിന്റെ മീതെ മുഖ്യമന്ത്രിയില്ലേ?
ഒന്ന് അന്വേഷിച്ചൊന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതിന് എന്ത് തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സംസ്ഥാനത്തില്ലേ? കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അതിരപ്പള്ളിയിൽ ബുധനാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജനകീയ ഹർത്താൽ ആചരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് അറിയിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പ്രധാന പാതയിലൂടെ വരുന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. ഈ സമയങ്ങളിൽ പേരാമ്പ്ര മുതൽ കൊടകര പെരിങ്ങാംകുളം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നുണ്ട്. പേരാമ്പ്ര അപ്പോളോ പടി മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്ത് പ്രധാന പാതകളിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സർവീസ് റോഡിൽ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കാനായി നിർത്തുകയോ ഏതെങ്കിലും വാഹനങ്ങൾ ബ്രേക്ക് ഡൌൺ ആകുകയോ ചെയ്യുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. അവധിക്കാലമായതോടെ ദേശീയപാതയിൽ വാഹനങ്ങൾ കൂടിയതും ഇതിന് കാരണമാകുന്നുണ്ട്. അടിപ്പാതയുടെ മുകൾ ഭാഗത്തെ ഒരു പകുതി കോൺക്രീറ്റിംഗ് 2 മാസം മുൻപേ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ. അടിപ്പാതയ്ക്ക് ഇരുഭാഗത്തുമുള്ള പ്രധാന പാതകളെ സർവീസ് റോഡിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനായി ആഴമുള്ള ചാലുകൾ കീറുന്ന പണികളും നടന്നുവരുന്നുണ്ട്. ഈ ചാലുകളുടെ അടിത്തട്ടിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച ശേഷം അവയുടെ മുകളിൽ കോൺക്രീറ്റ് പാനലുകൾ അടുക്കി മണ്ണിട്ട് നിറച്ചാണ് പ്രധാന പാതകൾ സജ്ജമാക്കുക. ഇതിന്റെ പണികളും അതിവേഗം പുരോഗമിക്കുന്നു. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, കൊടകര. കേരള വിഷൻ സമ്മാനോത്സവ് 2025 സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി നടത്തിവന്നിരുന്ന സമ്മാന പദ്ധതിയുടെ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ പേൾ റീജൻസിയിൽ P. ബാലചന്ദ്രൻ MLA നിർവഹിക്കും. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യരുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച വൈകിട്ട് 5-നാണ് നറുക്കെടുപ്പ് നടക്കുക. 1ാം സമ്മാനമായി EV കാറും 2ഉം 3ഉം സമ്മാനങ്ങളായി 5 പേർക്ക് AC വാഷിംഗ് മെഷീൻ, TV, EV ബൈക്ക് എന്നിവയാണ് സമ്മാനമായി നൽകുക എന്ന് കേരള വിഷൻ ഭാരവാഹികൾ അറിയിച്ചു. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മേയർ MK വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ VI സിജോ, PP ഓംപ്രകാശ്, P ഗോപകുമാർ, CO ബിജു, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ്. സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീയ്ക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ. കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് 5ാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനവും എത്തിയിരിക്കുകയാണ്. കേരളത്തിനകത്ത് 1ാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TVയും ഇന്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ പുതിയ പദ്ധതിയായ KV കണക്ട് ഏകദേശം 12 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ. ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ 6000-7000 വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇനി വരുന്ന ആളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് ഒരു OTP വഴി അവർക്ക് ബ്രൗസിംഗ് സ്വായത്തമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് KV കണക്ട് വിഭാവനം ചെയ്യുന്നത്. KV5 എന്ന് പറയുന്ന ഒരു ഫ്രീ പദ്ധതിയാണ് 2023 മുതൽ കേരള വിഷൻ അനുവർത്തിച്ചു വരുന്നത്. അതിലൂടെ റീചാർജ് പേയ്മെന്റ് മാത്രം അടച്ചുകൊണ്ട് ഉപഭോക്താവിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഇൻസ്റ്റലേഷൻ മെത്തേഡാണ്. അതുപോലെ തന്നെയാണ് KV കണക്റ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ എക്യുപ്മെന്റ് എത്തുന്നതോടുകൂടി ഈ പറയുന്ന പൂരത്തിന് പോലും നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബർക്ക് അവർക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ ഇന്റർനെറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മികച്ച ഇന്റർനെറ്റ് കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താവ്
ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്. TCV തൃശൂർ. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. തലയ്ക്കും ചെവിക്കും കൈക്കും പരിക്കേറ്റ ചുമട്ടുതൊഴിലാളി രാധാകൃഷ്ണനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 ബൈക്കുകളിലായി എത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കുറച്ചു നാളുകൾക്ക് മുൻപ് തൃപ്രയാർ പോളി ജംഗ്ഷന് തെക്കുവശത്ത് വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉൾപ്പെട്ട ചുമട്ടുതൊഴിലാളിയെ അന്വേഷിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുമരനെല്ലൂരിൽ സ്ഫോടക വസ്തുക്കളുമായി വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4 അംഗ സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. അവണിശ്ശേരി പാട്ടത്തിൽ ശ്രീജിത്ത്, കിഴക്കുംപാട്ടുകര പർലി വീട്ടിൽ വിഷ്ണു, ശിവശങ്കർ, മുള്ളൂർ സ്വദേശി അലക്സ് എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ സാഹസികമായാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ഇവരുടെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ, വാളുകൾ, ബേസ്ബോൾ ബാറ്റ് തുടങ്ങിയവ കണ്ടെടുത്തു. പിടിയിലായ ശ്രീജിത്തിനെ കുമരനെല്ലൂരിലെ വീട്ടുകാരുമായുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ ബലമായി പിടിച്ചിറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ശ്രീജിത്തിന്റെ കാറിന്റെ ചില്ല് തകർത്തിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാനായാണ് സ്ഫോടക വസ്തുക്കളുമായി സംഘം വീണ്ടും എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ 70 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലൂടെ സൈക്കിൾ തള്ളി നടന്നു പോവുകയായിരുന്ന ജോണിയെ അമിത വേഗതയിൽ എത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഗുരുതരാവസ്ഥയിലായ ജോണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഓടിച്ചിരുന്ന യുവാവിനെ പിന്നീട് പോലീസ് പിടികൂടി. ലോട്ടറി വിൽപ്പനക്കാരനാണ് മരിച്ച ജോണി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുതുവട്ടൂർ കൂവപ്പാട്ട് വീട്ടിൽ സുബിനാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിനു സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോടനാട് സ്വദേശി കണ്ണിമോലാത്ത് വീട്ടിൽ സിദ്ധാർത്ഥ്, രായമംഗലം പുല്ലുവഴി സ്വദേശി പൂണേലിൽ ജൂഡ്, കോടനാട് സ്വദേശി കണ്ണിമോലാത്ത് വീട്ടിൽ ശ്രീഹരി എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 5 ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ജാക്കി ലിവർ, വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് സംഭവസ്ഥലത്ത് എത്തിയത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു. ടോൾ ജീവനക്കാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. SIമാരായ N പ്രദീപ്, റോയ് പൗലോസ്, ASI ആൻഡോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് പത്രപ്രവർത്തക യൂണിയൻ. വിഷുദിനത്തിൽ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ ദേവസ്വം ജീവനക്കാർ തടഞ്ഞിരുന്നു. ക്ഷേത്ര പരിസരത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്നായിരുന്നു ദേവസ്വത്തിന്റെ വിശദീകരണം. ഇതേ തുടർന്നാണ് പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി അയച്ചതായി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ, പ്രസിഡന്റ് KP റജി എന്നിവർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിലെ എറിയാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. ഒരാൾക്ക് പരിക്ക്. പുത്തൂർ വീട്ടിൽ ശരത്തിനാണ് പരിക്കേറ്റത്. ആക്രമണം തടയാനുള്ള ശ്രമത്തിനിടയിൽ ഇയാളുടെ കൈക്കാണ് പരിക്കേറ്റത്. എറിയാട് MIT സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൻകോവിലകം കടവ് റോഡുമായി അന്തിക്കാട് കോൾപ്പാട ശേഖരത്തെ ബന്ധിപ്പിക്കുന്ന തകർന്ന പ്രധാന പാലം അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ മന്ത്രി K രാജൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. അടുത്ത ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി K രാജൻ നിവേദനവുമായി എത്തിയ പടവ് കമ്മിറ്റി ഭാരവാഹികളോട് പറഞ്ഞു. അന്തിക്കാട് കോൾപ്പാടശേഖര കമ്മിറ്റി സെക്രട്ടറി V ശരത്ത്, CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി KV രാജേഷ് എന്നിവരാണ് മന്ത്രിയെ കാണാൻ എത്തിയത്. ഏറെക്കാലങ്ങളായി ഈ പാലത്തിന്റെ ഏതാനും സ്ലാബുകളുടെ അടിഭാഗം തകർന്നത് മൂലം മേൽഭാഗം ഇടിഞ്ഞ നിലയിലായിരുന്നു. 3 സ്ലാബുകളാണ് പാലത്തിനുള്ളത്. ഇതിൽ 2 സ്ലാബും തകർന്ന് കാനയിലേക്ക് വീണ നിലയിലാണ്.
ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപത്തെ യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചെങ്ങാലൂർ സ്വദേശി വിജിലൻ, യാത്രക്കാരനായ ചെങ്ങാലൂർ ഒല്ലൂക്കാരൻ വീട്ടിൽ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ ഭാഗത്തു നിന്ന് വന്ന ഓട്ടോ യു-ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിലേക്ക് കയറിയ ഓട്ടോ റോഡിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് ചോർന്ന ഇന്ധനം ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. വിഷുവിനായി വിളവെടുത്ത പച്ചക്കറിക്ക് വിപണി ലഭിക്കാതെ യുവ കർഷകർ. ചൂലന്നൂർ സ്വദേശി രമേശിനാണ് വൻ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലം ഉൾപ്പെടെ 15 ഏക്കറിലധികം സ്ഥലത്താണ് രമേശ് കൃഷി ചെയ്തത്. വിഷുവിപണി ലക്ഷ്യമാക്കി ഉൽപ്പാദിപ്പിച്ച കണിവെള്ളരിക്ക് വിപണി ലഭിക്കാതെ പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രദേശത്തെ നിരവധി കർഷകർക്ക് സമാനമായ അവസ്ഥയാണ്. വിഷുവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത കിൻഡൽ കണക്കിന് കിലോ കണിവെള്ളരിയാണ് ആർക്കും വേണ്ടാതെ കൃഷി ചെയ്ത പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. മയിൽ, പന്നി, മുള്ളൻ പന്നി എന്നിവയുടെ ശല്യം മൂലം പകലും രാത്രിയും കാവലിരുന്നാണ് കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇത്രയും അധ്വാനത്തിനനുസരിച്ച് വരുമാനമില്ലാത്തതും വിപണി ലഭ്യമല്ലാത്തതും മൂലം പല കർഷകരും കൃഷി അവസാനിപ്പിക്കുകയാണ്. TCB ചേലക്കര. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 107ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 21-ന് ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ് നൊവേന, ജൂബിലേറിയൻസിന് ആദരം എന്നിവ നടക്കും. ഫാദർ ജോർജ് മംഗലൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് കുന്നംകുളം ACP CR സന്തോഷ് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ഏപ്രിൽ 22-ന് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. രാത്രി 10 മണി മുതൽ അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. 23-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 7-ന് വിശുദ്ധ കുർബാന, തിരുനാൾ ഊട്ട്, വെഞ്ചരിപ്പ് എന്നിവ നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിക്കും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ അൽജോ കരേരക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ കാർമ്മികനാകും. 5-ന് തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ട് എന്നിവയും നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ഫ്രാൻസിസ് ചുവല്ലൂർ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിസ്, ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ, പബ്ലിസിറ്റി കൺവീനർ PS ജിജോ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടിയിൽ റോഡിൽ കുഴഞ്ഞു വീണ് വയോധികൻ മരിച്ചു. തിപ്പല്ലൂർ ശിവാർച്ചനം വീട്ടിൽ 69 വയസ്സുള്ള നന്ദകുമാറാണ് മരിച്ചത്. തിപ്പല്ലൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് നടന്നു വരുന്നതിനിടയിൽ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 15 വർഷങ്ങൾക്ക് മുൻപ് തണൽ ബാലാശ്രമത്തിൽ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് അരുന്ധതി വിവാഹിതയാകുന്നു. അരുന്ധതി BCom പഠനശേഷം 2020-ൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും LLB പൂർത്തിയാക്കി. തുടർന്ന് 2023-ൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോടുകൂടി LLM നേടി. തണലിനും നാടിനും അഭിമാനമായി മാറി. ഒറ്റപ്പാലം ബാറിലെ അഭിഭാഷകയായ അരുന്ധതി നിലവിൽ കൊണ്ടാഴി സേവാഭാരതി വൈസ് പ്രസിഡന്റ് കൂടിയാണ്. തിങ്കളാഴ്ച തണൽ ബാലാശ്രമത്തിലാണ് വേദവിധി പ്രകാരം വിവാഹം. കൊല്ലം കരിക്കോട് ശ്രീകൃഷ്ണ ഭവനത്തിലെ ആകാശ് ആണ് വരൻ. ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന മുദ്രാവാക്യവുമായി E.T. ടൈസൺ MLA-യുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ മണ്ഡലതല അവലോകന യോഗം മതിലകത്ത് ചേർന്നു. യോഗത്തിൽ E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, MS മോഹനൻ, സീനത്ത് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ YMCA ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തൊഴിയൂരിൽ നടന്ന മത്സരം കാവീട് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ജോസ് ലൂയിസ്, ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ, വിമൻസ് ഫോറം പ്രസിഡന്റ് നീന ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന ഫുട്ബോൾ താരങ്ങളായ ഫ്രാങ്ക് മുട്ടത്ത്, CV ജെയ്സൺ എന്നിവരെ ആദരിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ വയലത്തൂർ ടീമും വനിതാ വിഭാഗത്തിൽ രാഖി ഷാജൻ നയിച്ച ടീമും ജേതാക്കളായി.
ചാവക്കാട് അങ്ങാടിത്താഴം മഹല്ല് ജുമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അങ്ങാടിത്താഴം മുർഷിദുൽ അനാം മദ്രസ ഹാളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജനറൽ നൌഷാദ് അഹമു മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ PK സതീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മഹല്ല് ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി, NK ശംസുദ്ദീൻ, നാസർ കോളാടി, NK ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി മുത്തുമല മുപ്ലിയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അജിത സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു വൈപ്പിനാടൻ എന്നിവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ അതിൻ്റെ എന്തോ ഒരു പരിപാടി നിർമ്മാണ ഉദ്ഘാടനത്തിന് കൊണ്ട് വന്നപ്പോൾ അവിടെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞു. അത് ഇതിന് രണ്ടിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അത് കോൺട്രാക്ടറെ അങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. മാള പൊയ്യയിൽ മദ്യപാനത്തിനിടയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി ഒളിവിൽ. വിഷുവിന്റെ തലേന്ന് രാത്രിയിലാണ് സംഭവം. പൊയ്യ സ്വദേശി വിവേകിനെയാണ് അയൽവാസിയായ സുഹൃത്ത് ബിനീഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മദ്യപിച്ചിരിക്കുമ്പോൾ വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെട്ടേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ബിനീഷ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാന കേരളോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ചാവക്കാട് നഗരസഭയിൽ നിന്നും പങ്കെടുത്തവരെ കൌൺസിൽ യോഗം ആദരിച്ചു. ലോങ് ജമ്പിൽ 1ാം സ്ഥാനവും ഹൈജമ്പിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ MN അർഷാദ്, ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച TA ലുബാബ്, പെൺകുട്ടികളുടെ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വരദ സ്കന്ദകുമാർ എന്നിവരെയാണ് ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗം അനുമോദിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ സെക്രട്ടറി MS ആകാശ്, നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ KU ജാബിർ എന്നിവർ പങ്കെടുത്തു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ പൗരാവകാശ പ്രവർത്തകൻ രമേശ് മേത്തല തലമുണ്ഡനം ചെയ്തു. വടക്കേനടയിൽ നടന്ന പരിപാടി ശ്രീനാരായണ ദർശനവേദി കൺവീനർ NB അജിതൻ ഉദ്ഘാടനം ചെയ്തു. ധർമ്മരാജ്, സുജ ആന്റണി, PA കുട്ടപ്പൻ, നന്ദഗോപാൽ വെള്ളത്താടി, ബ്രിജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം കേരളത്തിലുടനീളമുള്ള അസംഖ്യമില്ലാത്ത രാജഭരണത്തെ പോലും പഴമ്പാലക്കോട് വിഷുവേല മഹോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊളക്കാടൻ ഗണപതി എന്ന ആനയാണ് ഇടഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന എഴുന്നള്ളിപ്പിനിടയിലാണ് കൊമ്പൻ ഇടഞ്ഞത്. ആന ഇടഞ്ഞതിനെ തുടർന്ന് ആലത്തൂർ തിരുവല്ലുവാമല റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ പിന്നീട് ആനയെ തളച്ചു. അവന്മാർ ഇനി ജീവനെയും കയറില്ല. പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്നൊക്കെ അവിടെ. ഈ ആന അടഞ്ഞു കഴിഞ്ഞ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും അതിന് ഇതാക്കുന്നത്. അങ്ങനെ തന്നെ ആൾക്കാർ കയറിട്ടിട്ടുണ്ട്. കുടിഞ്ഞ ഒന്ന് ഇട്ടു കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ടു, മുമ്പിലത്തെ കല്ലിട്ടു. അല്ല അതല്ല അല്ലേ, അതിന് മറിച്ചേ അതൊന്നും കാര്യമൊന്നുമില്ല അവർക്ക്. പാർട്ടിക്കിറങ്ങിയാൽ പിടിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ചേറാണ്. ആ പാപ്പനെ തപ്പി നടക്കുകയാണ്. ഇനി വാണിജ്യം. അയ്യന്തോൾ ഫസ്റ്റ് സ്കൂളും ഗുരുകുലം പബ്ലിക് സ്കൂളും ചേർന്നൊരുക്കിയ സമ്മർ ക്യാമ്പിൽ നടന്ന വിഷു ആഘോഷം കുരുന്നുകൾക്ക് പുത്തൻ അനുഭവമായി.
തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിറം കെട്ടുപോകുന്ന നാടിന്റെ തനതായ ആഘോഷങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ കുട്ടികളിൽ ഒരുമയുടെ സന്ദേശവും കാർഷിക വൃത്തിയുടെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സമ്മർ ക്യാമ്പിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചത്. കൂടാതെ നാടിന്റെ ആഘോഷങ്ങളെക്കുറിച്ചുള്ള അറിവ് കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ ഒതുങ്ങുന്ന വിധം സംഘടിപ്പിച്ച വിഷു ആഘോഷത്തിൽ കുട്ടികളും അധ്യാപകരും ഉത്സാഹത്തോടെയാണ് പങ്കെടുത്തത്. ഫസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ GV അർച്ചന, ഗുരുകുലം സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണമൂർത്തി എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 33 വർഷമായി 100% വിജയത്തിളക്കത്തോടെ മുന്നേറുന്ന ഗുരുകുലം പബ്ലിക് സ്കൂളിൽ പ്രീ-KG മുതൽ അഡ്മിഷൻ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നവീകരിച്ച ക്ലാസ് റൂമുകൾ, സ്വിമ്മിംഗ് പൂൾ, പുൽത്തകിടിയുള്ള KG വിഭാഗം, മികച്ച പഠനാന്തരീക്ഷം എന്നിവ കുട്ടികൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ള സ്കൂളിൽ സ്കൂൾ ബസ് സൗകര്യവും ലഭ്യമാണ്. 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ബൊട്ടീക് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടന്നു. ഇൻഫ്ലുവൻസർ ദുവ മറിയം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബോട്ടിക് ജ്വല്ലറിയായ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ബോട്ടിക് ജ്വല്ലറിയിൽ ബ്രൈഡൽസിനായി 916 HUID സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. ചെട്ടിനാട്, നഗാസ്, ആന്റിക്, കുന്തൻ കളക്ഷൻസ്, നാച്ചുറൽ സ്റ്റോൺസ് ആൻഡ് പേൾസ് തുടങ്ങി എല്ലാവിധ കളക്ഷനുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നതാണ്. 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള VVS ക്ലാരിറ്റിയും EF കളറോടും കൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജ്വല്ലറിയാണ് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കോനിക്കര ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ തോമസ് കോനിക്കര, പാർട്ണർ ജേക്കബ് കോനിക്കര, മാനേജർ ജിനോ റാഫേൽ തുടങ്ങി ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3237 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാനയാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിരപ്പള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. റിപ്പോർട്ട് തേടുക മാത്രമല്ല വനമന്ത്രിയുടെ ജോലിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. കേരള വിഷൻ സമ്മാനോത്സവ് സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ബുധനാഴ്ച. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. 4 ബൈക്കുകളിലായി എത്തിയ 7 സംഘമാണ് ആക്രമണം നടത്തിയത്. കുമരനെല്ലൂരിൽ സ്ഫോടക വസ്തുക്കളുമായി വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4 സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.